വാട്സപ്പ് വ്യൂവേഴ്സ്, മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ മൈനിങ് ഏരിയയും ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിൽ കിടക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഗൈസ്, നമ്മൾ ഈ മലയുടെ ഇവിടെ ഇട്ടാണ് നമ്മുടെ മൈനിങ് ഇത് സെറ്റ് ചെയ്യണത്. ഞാൻ എന്തായാലും ഇവിടെ ഇന്നൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനിതൊന്ന് ഡെക്കറേഷൻ ചെയ്യട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാന്നാണ്. എന്തായാലും ഇതിനുള്ളൊക്കെ ഫുള്ള് നമുക്ക് വുഡാക്കി സെറ്റ് ചെയ്യണം. അത് നമുക്ക് പയ്യനെ ചെയ്യാം. എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ഗോളായ വില്ലേജർ ബ്രീഡർ എന്തായാലും നല്ല സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മുടെ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്നത്. സാധനങ്ങളൊക്കെ ഉള്ള സെറ്റാണ്. ഞാൻ എന്തായാലും ഉണ്ടാക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഗൈസ്, ബ്രീഡറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ നമ്മൾ അന്ന് കണ്ടുപിടിച്ച വില്ലേജേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതാണ് വലിയ പണി. എങ്ങനെയും രണ്ടെണ്ണത്തിന് ബോട്ടിൽ കിട്ടി ഉണ്ടാവട്ടെ നോക്കട്ടെ. ഗൈസ്, കുറേ നേരത്തായതിന് ശേഷം ഇങ്ങനാണ്ടൊക്കെ അമ്മ ഇവിടെ വലുതായിരിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണില്ല. ഇവനെങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴ്ത്തി നമ്മുടെ ബ്രീഡർ സെറ്റാവും. അപ്പോൾ ഞാൻ ചെക്കനെങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴ്ത്തട്ടെ. ഗൈസ്, നമ്മൾ എന്തായാലും ഈ എപ്പിസോഡിൽ തന്നെ നമ്മൾ എന്തായാലും അയൺ ഫാം കൂടി അതൊന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നു. ഈ ബ്രീഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊട്ട് എഫിഷ്യൻ്റല്ല ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കൊടുക്കണം. ഞാൻ ഓട്ടോമാറ്റിക് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അയൺ ഫാമിൻ്റെ പണി നടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് അയൺ ഫാം സെറ്റ് ചെയ്യണത്. ഞാൻ എന്തെങ്കിലും ട്യൂട്ടോറിയൽ അങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരാം. അത്ര അത്യാവശ്യം എഫിഷ്യൻ്റാണ് ഞാൻ കണ്ടത്. ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും ഞാൻ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, അയൺ ഫാമിൻ്റെ ബിൽഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തായാലും ഇനി ഇതിൽ 30 വില്ലേജേഴ്സ് വേണം. ഞാൻ രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്ന് നിങ്ങൾക്കിപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇത് 30 എണ്ണാക്കണം, എന്നാലേ എഫിഷ്യൻ്റ് ആവുള്ളൂ. അല്ലേ, ഞാൻ ഇറ്റാളെ ഫുഡ് കൊടുത്ത് ബ്രീഡാകട്ടെ. എന്നാലും ആ വില്ലേജിന് ഹാബിയിലിട്ട് ചെയ്യുന്നതെല്ലാം നന്നായി. അതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കുന്ന നേരെ ഒരു കയറിന് കൊടുക്കുക, നേരെ ബ്രീഡാവും. പക്ഷെ ഇപ്പോൾ ബ്രീഡാവുന്നുണ്ട്, കാരണം ഇവിടെ ബെഡിൻ്റെ എണ്ണം കുറഞ്ഞാലെന്നോണ്ട് ബെഡിൻ്റെ എണ്ണം ഒന്ന് കൂട്ടി നോക്കാം. അപ്പം ചിലപ്പോൾ ബ്രീഡാവായിരിക്കും. അപ്പോൾ വില്ലേജസ് അവിടെ ബ്രീഡാവുന്നുണ്ട്. നമുക്ക് എന്തായാലും എനിക്ക് ഈ വർക്ക് കൊടുക്കാൻ വേണ്ടി ഫ്ലെച്ചിൻ്റെ എവിടെ വേണം 30 എണ്ണം. അതിന് 60 ഫ്ലിൻറ്റ് വേണം. അത് സെറ്റ് ചെയ്യാൻ ഞാൻ രാവിലെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. എന്തായാലും നോക്കട്ടെ ഗൈസ്. അങ്ങനെ അവസാനം നമ്മുടെ അയ്യൻ ഫാം വർക്കായിട്ടുണ്ട്. ഇത് അയ്യൻ കൂടെ സ്പോണുണ്ട്. കുറേ നേരം ഇതിൻ്റെ പുറകെ കിടക്കും. ഇപ്പോൾ കുഴപ്പമില്ലതേ ഒരെണ്ണം സ്പോണായി ചത്തുണ്ട്. എന്തായാലും അടുത്തതും അങ്ങനെ സ്പോണാവുണ്ട്. കുഴപ്പമില്ലാത്തൊരു കൂട്ടം കിട്ടുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ വില്ലേജർ വീട് ഞാൻ പൊളിച്ച് ഇപ്പോൾ വേറെ ഓട്ടോമാറ്റിക് പണിതിട്ടുണ്ട്. അതൊട്ട് എഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കളക്ടിങ് ഏരിയ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത്. എന്തായാലും ഞാൻ കുറേ നേരം ഒന്ന് AFK ഇരുന്ന് ഇപ്പം എന്തോരം നമുക്ക് കിട്ടിയെന്നു നോക്കാം, എന്തോരം എഫിഷ്യൻ്റായെന്ന് നോക്കി നോക്കാം. അത്യാവശ്യം 5 മണിക്കൂറോളം AFK ഇരുന്ന് ഈ രാത്രി 12 മണി പോയിച്ചിരുന്ന രാവിലെ എടുത്ത്. എന്തായാലും നോക്കി നോക്കുന്നു എന്തോരം ഉണ്ടെന്ന്. അത്യാവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായാണ്. ഇത് മതി, ഇങ്ങനെ കിട്ടിയാൽ മതി. നമുക്ക് എത്ര ആവശ്യമില്ല ഞാനുണ്ട്. എന്തായാലും ഇത്രയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ സെറ്റാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.